എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കാനൊന്നും സമയമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊരു ശല്യാണെന്ന ബാങ്കുകാര്. ഓ ലോൺ അടക്കാനായിട്ടായിരിക്കുള്ളൂ. അടക്കാഞ്ഞിട്ട് ഒന്നുമല്ല. 2 ബാങ്കിലെ മാനേജർമാരും കൂടെ എന്നെ പിടിയും വലിയും ക്ലീറ്റോ ലോട്ടറി ഞങ്ങൾക്ക് തരണം, ക്ലീറ്റോ ലോട്ടറി ഞങ്ങൾക്ക് തരണമെന്ന്. ഞാൻ പറഞ്ഞു എന്നെ ആര് നല്ലപോലെ കാണുമോ അവർക്ക് ഞാൻ ടിക്കറ്റ് കൊടുക്കാതെ പറഞ്ഞു. ക്ലീറ്റോനോട് ഞാൻ കൂട്ടില്ല. എന്തേ? ക്ലീറ്റോ എന്നോട് വിളിച്ച് പറഞ്ഞില്ലല്ലോ. അയ്യോ എടി, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിരുന്നല്ലേ. അതിനുമ്പോ അമ്മമാരും ഒന്നുകൂടെ പൊളിച്ച്. അതെ, അതിന് മാത്രം പൈസ ഒന്നുമില്ല. ബാങ്കുകാര് തല്ലിവിടാൻ മാത്രമുള്ള പൈസ ഒന്നുമില്ല. ആകെ 5 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അല്ല, 5 ലക്ഷം രൂപയ്ക്ക് എന്താ ഒരു മതിപ്പില്ലേ? അല്ല നിങ്ങൾ പറയണട്ടോ, നീ അതോ കോടീശ്വരൻ. 3.5 ലക്ഷം കിട്ടും. 3.5 എന്ന് പറഞ്ഞാൽ 3.5 അല്ല 3.25 വരെയൊക്കെ കിട്ടും. 30%. എന്നാലും പോട്ടെ, എന്നാലും ഒരു തുക ഉണ്ടല്ലോ കയ്യില്. പിന്നെ നമുക്കത് മതി. അതിന് വേറൊരു കാര്യം, എന്തേ? ഈ പൈസ കയ്യിൽ കിട്ടുമ്പോ അത് വെറുതെ അങ്ങ് പുല്ലു തൂത്ത പോലെ കളയരുത്, ദയവ് ചെയ്തിട്ട് നീ കേട്ടാ. ആ ബാങ്കിലെ പൈസ ആദ്യം കൊണ്ടുപോയിട്ട് അടക്കണം. ലോണിന്റെ. തങ്കം, എന്റെ ഇന്നലെ ഷർട്ട് എവിടെ? ഇന്നലെ ഇട്ട ഷർട്ട് അലമാരിൽ വേറെ ഷർട്ട് ഇരിക്കണം, അതെടുത്തിട്ടോ. ഞാൻ ഇന്നലെ രാവിലെ പുറത്തോട്ട് ഇട്ടോണ്ട് ഷർട്ട് എവിടെയെന്നാ ചോദിച്ചാ? അതെവിടെയെങ്കിലും കിടപ്പുണ്ടാവും ക്ലീറ്റോ. ഇപ്പൊ ആ ഷർട്ട് ഇത്ര അത്യാവശ്യമായിട്ട് ഷർട്ട് കാര്യം ഉണ്ടടി. എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ? പ്രാന്താണ് എനിക്ക് പ്രാന്ത്. എന്താ ഷർട്ടിനകത്ത് വരും? എടി ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ഷർട്ടിനകത്തായിട്ടിരുന്ന ഷർട്ട് എവിടെ? എവിടെയത്? എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ? പ്രാന്താണ് എനിക്ക് പ്രാന്ത്. എന്താ ഷർട്ടിനകത്ത് വരും? എടി ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ഷർട്ടിനകത്തായിട്ടിരുന്ന ഷർട്ട് എവിടെ? എവിടെയത്? തങ്കം, എടുക്ക് തങ്കം. ഒരു രീതിയിൽ എന്നെ ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കും. എന്താണ് ഇതെന്താ ലോട്ടറി ടിക്കറ്റാ? അയ്യോ, ഇത് പുതുന്നു പോയല്ല. കൊള്ളാം, 40 കഷ്ണമായി. 40 ബാങ്ക് കൊടുക്കാം. ദേവാ, എന്നെ പിടിച്ചോ.